2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ ആശയങ്ങൾ LDFന് പാർട്ടിക്കൊക്കെ തന്നെ വളരെ എതിരായി ഭവിച്ചു എന്ന തരത്തിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടായി. ബ്രാഞ്ച് കമ്മിറ്റി യോഗങ്ങളിലും അതുപോലെ CPMൻ്റെ മറ്റ് യോഗങ്ങളിലും ഒക്കെ തന്നെ പിണറായി എന്ന വ്യക്തിക്കെതിരെ, എന്ന മുഖ്യമന്ത്രിക്കെതിരെയാണ് ശബ്ദമുയർന്നത്. ആ ശബ്ദങ്ങളെയൊക്കെ ഒരുവിധം അടിച്ച് അമർത്തുകയും ചെയ്തു. അതായത് തങ്ങൾ ചെയ്തതൊക്കെ ശരിയാണ്, ജനങ്ങളാണ് തെറ്റ് ചെയ്തത് എന്ന് വരുത്തി തീർക്കാനായിരുന്നു അന്നും ശ്രമം. ഇന്നും അതുതന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടതുമുന്നണി യോഗത്തിൽ ഘടകകക്ഷികളടക്കം, ഇപ്പോൾ CPI അടക്കം, CPIക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം വേണം എന്നൊക്കെയുള്ള ആവശ്യം ഉന്നയിച്ചു എന്ന് കേൾക്കുന്നു. എന്നാൽ പോലും CPI അടക്കം മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന CM, ആ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, അതുപോലെ മുഖ്യമന്ത്രിയുടെ ചുറ്റി നിൽക്കുന്ന കുറേ സ്തുതിപാഠകരായ ആളുകൾ, ഇവർക്കൊക്കെ എതിരെ അതിശക്തമായ വിമർശനമാണ് ഇപ്പോൾ ഇടതുമുന്നണി യോഗങ്ങളിലും അതുപോലെയുള്ള മീറ്റിങ്ങുകളിലും ഒക്കെ തന്നെ ഉയരുന്നത്. പിണറായി മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ പോകുന്നത് ശരിയല്ല എന്ന ഒരു പൊതു അഭിപ്രായമാണ് കേരളത്തിലെ ജനങ്ങൾക്കുള്ളത്. കാരണം ഇത് ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല, ഒരു വ്യക്തി നയിക്കുന്ന ചില സംഭവങ്ങളുടെ, അല്ലെങ്കിൽ ഒരു വ്യക്തി നയിക്കുന്ന ചില രാഷ്ട്രീയ ആശയങ്ങളുടെ പ്രശ്നമാണ്. ഒരു ഏകാധിപത്യം എന്ന് പറയുന്ന ആ ഒരു സ്വഭാവം ഓരോ രീതിയിലും ഓരോ നിമിഷത്തിലും കൊണ്ടുവന്ന് തനിക്കെതിരെ തിരിയുന്നവരെയൊക്കെ വെട്ടിയൊതുക്കി താൻ പറയുന്നത് മാത്രമേ ഇവിടെ നടക്കാവൂ എന്ന് വരുത്തി തീർത്ത് ജനങ്ങളൊക്കെ വെറും മണ്ടന്മാരാണ് എന്ന് ധരിച്ചുകൊണ്ട് പല പ്രസ്താവനകളും നടത്തി ജനങ്ങളുടെ നേരെയൊക്കെ തട്ടിക്കയറി തനിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്കെതിരെ നടപടികൾ എടുത്ത് അവർക്കെതിരെ പക തീർത്ത് ഒക്കെ പിണറായി വിജയൻ എന്ന വ്യക്തി ഭരിച്ചതിൻ്റെ, 2 ടേൺ ഭരിച്ചതിൻ്റെ പ്രശ്നം തന്നെയാണ് ഇത്. പിണറായിക്കെതിരെയാണ് വാളോങ്ങുന്നത് എല്ലാവരും. തീർച്ചയായിട്ടും അത് പിണറായിക്കെതിരെ മാത്രമല്ല, ഒരുപാട് പേർക്കെതിരെ വാളോങ്ങേണ്ടതുണ്ട്. എന്നാൽ പോലും അതിനൊക്കെ തന്നെ നേതൃത്വം കൊടുത്തതും ഇത്തരം സംഭവങ്ങൾക്ക്, അതായത് ജനങ്ങളുമായി ചേർന്ന് നിൽക്കേണ്ട സംഭവങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ചതും ജനങ്ങളെ വെറും വോട്ടിംഗ് യന്ത്രങ്ങളും അല്ലെങ്കിൽ അടിമകളും ആക്കി മാറ്റിയ ആ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ എന്ന് പറയുന്നത് അതിഭീകരമായിരുന്നു. ഈ 10 കൊല്ലം കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചത് അതുതന്നെയാണ്. അർഹമായ ആനുകൂല്യങ്ങളൊന്നും തന്നെ ആർക്കും കിട്ടിയില്ല, പലർക്കും കിട്ടിയില്ല. അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾ എന്ന പേരിൽ നടത്തിയതൊക്കെ തന്നെ വെറും ധൂർത്ത് മാത്രമായിരുന്നു. അതിനിടയിലൂടെ ഈ നവകേരള സദസ്സ് പോലെയുള്ള പൗരപ്രമുഖർക്ക് ഒപ്പം ഇരുന്ന് ഇടിയപ്പവും കിഴങ്ങേറിയും കഴിക്കുന്നു. അപ്പം മറ്റുള്ളവരൊക്കെ, പൗരന്മാരൊക്കെ വെറും മണ്ടന്മാരായി മാറുന്നു. അങ്ങനെ ഒരു സമൂഹത്തിൽ തന്നെ ഒരു ഉച്ചനീചത്വത്തിൻ്റെ അംശം പോലും കലർത്തിക്കൊണ്ട് പഴയകാലത്തെ ആ ഒരു ഉച്ചനീച സംസ്കാരത്തിൻ്റെ ആ ഒരവസ്ഥ പോലും സൃഷ്ടിച്ചുകൊണ്ടാണ് ഇവിടെ ഈ ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. നമ്മൾ ഭരണം അത്ര മോശമാണെന്ന് പറയുന്നില്ല, പക്ഷേ കൂടുതലും ജനപക്ഷ ആശയങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് പിണറായി പക്ഷ ആശയങ്ങൾ, CPM പക്ഷം പോലുമില്ല, പിണറായി പക്ഷ ആശയങ്ങളാണ് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചത് എന്നതാണ് ഏറ്റവും വലിയ തോതിലുള്ള ഒരു സെറ്റ് ബാക്കായിട്ട് കണക്കാക്കപ്പെടുന്നത്. അത് ഇടതുമുന്നണി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനം തന്നെ ഇതിന് എതിരെ നിൽക്കുകയാണ്. ഇവിടെ CPM എന്ന പാർട്ടി പോലുമല്ല, പിണറായി വിജയൻ എന്ന വ്യക്തിയും മുഖ്യമന്ത്രിയുമാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് എന്നതിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ അത് തീർച്ചയായിട്ടും അത് ഒരു ജനാധിപത്യ രാജ്യത്തിന്, ഒരു ഭരണഘടന ഉള്ള ഒരു രാജ്യത്തിന്, ഒരു റിപ്പബ്ലിക്കൻ സംസ്കാരമുള്ള ഒരു നാടിന് അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. അവർക്ക് വേറെ മാർഗ്ഗമില്ല. അതുകൊണ്ട് അവർ ബാലറ്റിലൂടെ അതിന് വ്യക്തമായ മറുപടി നൽകി. ഇടതുമുന്നണി തിരിച്ചു വരണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടേണ്ടി വരും. ഇടതുമുന്നണിയായി മാറണം, അല്ലാതെ ഇടതുമുന്നണി വെറും പിണറായി മുന്നണിയായി മാറരുത് എന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഭൂരിപക്ഷം ഘടകകക്ഷികളും പറയുന്നത്. ഘടകകക്ഷി പ്രമുഖരെല്ലാം തന്നെ തോറ്റു. KV ഗണേഷ് കുമാർ അടക്കം തോറ്റു. ജോസ് കെ മാണിക്ക് ഒറ്റ സീറ്റ് കിട്ടിയില്ല. ജോസ് കെ മാണി KCM ഒക്കെ, കേരള കോൺഗ്രസ് M ഒക്കെ ഇനിയിപ്പം വെറും പേര് മാത്രം, സംസ്ഥാന പദവി പോലും അവർക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ്. CPIക്കും വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടായി. ഇതെല്ലാം ഈ ഒരു വ്യക്തി കാരണമാണ് എന്നാണ് യോഗങ്ങളിൽ ഇപ്പോൾ പിണറായി വിജയനെതിരെ ശബ്ദം ഉയരുന്നത്. ഈ ശബ്ദം തീർച്ചയായിട്ടും ഉയർന്നു പൊങ്ങിക്കേൾക്കണം. എല്ലാവരും ഇത് അംഗീകരിക്കണം. പിണറായി അംഗീകരിക്കുമോ എന്നറിയില്ല. എന്നാൽ പോലും ഇത് ഇടതുമുന്നണി കൂട്ടായ ഒരു തീരുമാനമെടുക്കണം ഇക്കാര്യത്തിൽ. എങ്കിൽ മാത്രമേ ഈ LDF എന്ന സംവിധാനത്തിന് രക്ഷയുള്ളൂ, ഇവിടെ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ പിണറായി എന്ന് പറയുന്ന ഒരു മുന്നണിയായിട്ട് ഇത് മാറും. അവസാനം ഇതുപോലെയുള്ള വലിയ ഭീകരമായ തിരിച്ചടികൾ ജനങ്ങൾ നൽകുമ്പോൾ ഒന്നും മിണ്ടാതെ ഒരു മൂലയ്ക്ക് ഇരിക്കേണ്ടി വരും.